അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ സ്റ്റേജിൽ ആ ഒരു പ്രസംഗം നടത്തരുത് എന്നവർക്ക് വാശിയുണ്ടായിരുന്നു. 6 വയസ്സോ അല്ലെങ്കിൽ 9 വയസ്സോ ഉള്ള ഒരു ആയിഷയെ, ഒരു ചെറിയ പെൺകുട്ടിയെ 50ഓ 52ഓ വയസ്സുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നു. ആ മതത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ജസ്റ്റ് എ പ്രോപ്പർട്ടി, അത്രയേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ അതിനെ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു വാക്കുമില്ല. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണമാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോഴേക്കും ഇവർക്ക് വികാരം ഇളകിയത്. സത്യസന്ധമായി പറയുന്നു, ഇങ്ങനെ മതം വിട്ട ആളുകൾ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ വർക്ക് ചെയ്യുന്ന, ഇമാമുകളായിട്ട് യുക്തിവാദികൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് പള്ളികളുണ്ട്. എനിക്ക് തന്നെ അറിയുന്ന, വളരെ ഡീപ്പായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവന് ഒരുപാട് പുണ്യമുണ്ട്. ബട്ട് അതേസമയം ലവ് ജിഹാദ് എന്ന് നമുക്ക് വളരെ എന്താ പറയുക, പക്ഷെ അന്ന് നമ്മുടെ ഉള്ളിലുള്ളത് ഇതല്ല, ഒരു അടിക്ക് വന്നാൽ കൂടുതൽ പുണ്യമാണ്. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ കാരണമാണ് നമ്മളവിടെ തെറ്റ് ചെയ്യുന്നത്. ഖുർആനിൽ ജിഹാദിനെയും കാഫിറിനെയും ഒക്കെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അവരെ കൊല്ലാനൊക്കെ പറയുന്ന ഒത്തിരി ആയത്തുകൾ ഇപ്പോഴും നിലവിലുണ്ട്. അതൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. മുസ്ലിം മതം ഉപേക്ഷിച്ച അസ്കർ അലി കഴിഞ്ഞ ദിവസമാണ് വിവാദമായൊരു പ്രസംഗം നടത്തിയത്. അതേ തുടർന്ന് മതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ ഭീഷണിയാണ് അസ്കർ അലിക്കുണ്ടാവുന്നത്. ഇതിനെക്കുറിച്ച് അസ്കർ അലി മലയാളി വാർത്തയോട് മനസ്സു തുറക്കുന്നു. ഞാനൊരു മതസ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. സോ ഞാൻ എൻ്റെ സ്പീച്ചിൽ എന്തായാലും മതത്തിൻ്റെ ഈ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് സംസാരിക്കുന്ന അവർക്കറിയായിരുന്നു. അതുപോലെ അവർ SSLCയും +2 ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ, അത് നിഷേധിച്ചുകൊണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് നിഷേധിച്ചുകൊണ്ട് പിള്ളേർക്ക് കൊടുക്കുന്ന ഈ മതവിദ്യാഭ്യാസം, അതിനെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയർത്തുന്ന അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതെനിക്ക് ബോധ്യപ്പെട്ടത് എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ മാൻ മിസ്സിങ് കേസിൽ FIR ഫയൽ ചെയ്തിട്ട് അവിടെ കുറച്ച് ആളുകൾ അവനെ തടങ്കിൽ വെച്ചിരിക്കുകയാണ്, പോയി പിടിച്ചു കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന്, സമസ്തയുടെ ഭാഗത്തുനിന്നും അതുപോലെ എൻ്റെ സ്ഥാപനത്തിൻ്റെ ആളുകളുടെ ഭാഗത്തുനിന്നും, ഈവൻ ഇവിടെ നിന്ന് ഇറങ്ങിയ എൻ്റെ സീനിയേഴ്സായ ചില അഡ്വക്കേറ്റ്മാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായ ഒരു ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ സ്റ്റേജിൽ ആ ഒരു പ്രസംഗം നടത്തരുത് എന്നവർക്ക് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. വൈകിയതല്ലല്ലോ, ഞാൻ 2 വർഷമേ ആയുള്ളൂ. കഴിഞ്ഞ 2020 നവംബർ ഡിസംബറിലാണ് ഞാൻ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ശേഷം ഒരു 1.5 വർഷമോ 2 വർഷമല്ലേ ആയുള്ളൂ. വൈകിയിട്ടില്ല. അതെ, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമല്ല ഞാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം, ഞാൻ മുന്നോട്ട് വെക്കുന്നത് മതം തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ മതവിദ്യാഭ്യാസം ഒരു കുഞ്ഞിന് ഏൽപ്പിക്കുന്ന പരിക്കുകൾ, അതിനെ കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടുത്തെ മതവിദ്യാഭ്യാസ രീതി അതെല്ലാം പറഞ്ഞത്. മതത്തിൻ്റെ പേരിൽ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ക്രൂരത അത് ഈ സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വൈകിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെ, മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾക്ക് സമാനമാണെന്ന് മാത്രമല്ല അവിടെ നിന്ന് നടക്കുന്ന, ഇപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ആ സ്ഥാപനത്തിനെ മാത്രം നമുക്കങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് പൊതുവേ ഉള്ളൊരു കേസാണ്. ദർസിൽ പഠിക്കുന്ന കുട്ടികളാകട്ടെ, അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികളാകട്ടെ, അവരൊക്കെ നമ്മളോട് തുറന്ന് പറയാറുണ്ട്. ഓക്കെ, ഫ്രണ്ട്ലി ടോക്കിൽ. അപ്പോൾ ഈ അധ്യാപകരാൽ നടത്തപ്പെടുന്ന ഈ ചൂഷണം അത് പൊതുജനം പൊതുവെ അറിയാറ് പോലുമില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആരും പുറത്തിറങ്ങി സംസാരിക്കാൻ ധൈര്യം കാണിക്കാറില്ല. അവരെ ഇങ്ങനെ അടിച്ചൊതുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മതം വിട്ടതിന് ശേഷം ഞാൻ ഒരു നിരീശ്വരവാദിയായിട്ടോ അല്ലെങ്കിൽ മതം വിട്ടോ എന്നോ പബ്ലിക്കായി മെയ് 1 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചില സൂചനകളൊക്കെ കൊടുത്തിരുന്നു. അപ്പോഴേക്കും ഏകദേശം എനിക്ക് പിടി കിട്ടിയിരുന്നു എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണമെന്ന്. അപ്പോൾ എൻ്റെ എന്താ പറയുക, വ്യൂ പോയിൻ്റ് ശരിയായിരുന്നു എന്ന് അതിനെ സത്യവൽക്കരിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ മെയ് 1 നടന്നത്. അതെ, അതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറാണ്, ഈ തെറ്റായ ഡാറ്റയാണ്. 6 വയസ്സോ അല്ലെങ്കിൽ 9 വയസ്സോ ഉള്ള ഒരു ആയിഷയെ, ഒരു ചെറിയ പെൺകുട്ടിയെ 50ഓ 52ഓ വയസ്സുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നു. അപ്പോൾ അതിനെ ആ കാലത്തിലെ ഒരു സംസ്കാരമായിട്ടല്ല ചിത്രീകരിക്കുന്നത്. അത് എല്ലാ കാലഘട്ടത്തേക്കുള്ളതാണ്. അതൊരു പുണ്യപ്രവർത്തനമായിരുന്നു. പുണ്യമില്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് തെറ്റായ ഡാറ്റകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പെൺകുട്ടികളുടെ ഹോർമോണുകളെല്ലാം പെട്ടെന്ന് വളരും, അല്ലെങ്കിൽ 9 വയസ്സുള്ള കുട്ടികൾ മെച്യൂർഡാണ്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് തെറ്റായ ഡാറ്റകളാണ്. ഈ ഡാറ്റകൾ ഒരാളുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവൻ ഈ ചെറിയ കുട്ടിയെ കാണുമ്പോൾ വികാരം ഇളകും എന്ന് തന്നെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന വാദം. വികാരം എന്ന് പറയുന്നത് ബ്രെയിനിലാണ് കിടക്കുന്നത്, അവൻ്റെ കയ്യിലും കാലിലും ഒന്നുമില്ല. അപ്പം തെറ്റായ ഡാറ്റകൾ ഒരാളുടെ ബ്രെയിനിലുണ്ടെങ്കിൽ അവർക്കിത് കാണുമ്പോൾ വികാരം ഇളകും. ഇസ്ലാം മതത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ജസ്റ്റ് എ പ്രോപ്പർട്ടി, അത്രയേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ അതിനെ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു വാക്കുമില്ല. പ്രോപ്പർട്ടി മാത്രമാണ്. സ്ത്രീകൾക്ക് വോയിസ് ഇല്ല എന്ന് മാത്രമല്ല, സ്ത്രീയെ ഒരു വ്യക്തിയായി കാണുന്ന പോലുമില്ല. ഈവൻ ഇപ്പോൾ പൊളിറ്റിക്കലി ഏതെങ്കിലും ഒരു സ്ത്രീ
റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ത്രീ വന്നാൽ അവർക്ക് അവരുടെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണുന്നത് എന്നൊക്കെ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയും. അവരുടെ റെപ്രസെൻറ്റേഷൻ പാടില്ല എന്ന് പച്ചയായിട്ട് അങ്ങ് വിളിച്ചു പറയാണ്. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ജീവിക്കുന്നത് എന്നും അല്ലെങ്കിൽ ഇവരുടെ എംപവർമെൻറ്റിന് വേണ്ടി ഇവിടെ റിസർവേഷൻ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നൊന്നുമില്ല. അവർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് നോ ചെയ്യരുത്, ഇത് ഇസ്ലാം വിരുദ്ധമാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണമാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോഴേക്കും ഇവർക്ക് വികാരം ഇളകിയത് പ്രശ്നമാണ്, ഞങ്ങൾ അപമാനിക്കുകയാണ്. അത് എല്ലാവരും ആ വ്യക്തിയെയാണ് അപമാനിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ആ വ്യക്തിയല്ല, അദ്ദേഹം ഇതിൻ്റെ ഒരു ഇരയാണ്. അദ്ദേഹം പറയുന്നത് മതമാണെന്ന്. അദ്ദേഹം മതത്തെ നന്നായി ഫോളോ ചെയ്യുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒറ്റയടിക്ക് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു ചെറിയൊരു മാറ്റത്തിൻ്റെ ഒരു സ്മെൽ ഐ ഫീൽ, അങ്ങനെ ഒരു ചെറിയൊരു കാര്യം എനിക്ക് തോന്നുന്നു. പൊതുവേ ഇങ്ങനെ മാധ്യമം ഇത്രയൊന്നും ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറുണ്ടായിരുന്നില്ല മുമ്പ്. പക്ഷേ ചെറിയ രീതിയിലൊരു മാറ്റം, ഒരു നല്ലൊരു നാളെ അത് എനിക്ക് ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ മണക്കാൻ കഴിയുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. നിലവിൽ സാഹചര്യം തീർച്ചയായും മാറും. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അതിന് കുറച്ച് ആളുകൾ എന്തായാലും ഇവിടെ വന്ന് സാക്രിഫൈസ് ആകേണ്ടി വരും. ഐ മീൻ കുടുംബം ഇതൊന്നും ഇല്ലാതെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അവർക്ക് നേരെ അക്രമങ്ങളുണ്ടാവും, ചാപ്പുകുത്തലുകളുണ്ടാവും, ആരോപണങ്ങളുണ്ടാവും. ആരും മിണ്ടാതിരുന്നാൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, ഇവർ വളർത്തിക്കൊണ്ടിരിക്കും. ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് കൂടുതൽ പബ്ലിസിറ്റിയൊക്കെ കിട്ടി. ആരെങ്കിലും ഒരാൾ പുറത്ത് പോകുമ്പോൾ അവനെ അടിച്ചും പിടിച്ചൊക്കെ ഇങ്ങനെ നടക്കും. പക്ഷേ കുറച്ച് ആളുകളെങ്കിലും ഇങ്ങനെ സാക്രിഫൈസ് ആവുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആവും എന്ന് തന്നെ പറയാനുള്ളൂ. നമുക്ക് ആ ഒരു പോസിറ്റീവ് വശത്തിലൂടെ ജീവിക്കാം. മുന്നോട്ടുള്ള ജീവിതം പഠനമൊക്കെ ആയി ഒരു എന്താ പറയുക, സാമൂഹികപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഗുണങ്ങൾ ഒക്കെ നമുക്കെന്തായാലും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ട് അതേ ഒരു സംഭവം നമ്മുടെ അനിയന്മാർക്കുണ്ടാകാൻ പാടില്ല എന്ന ഒരു വാശിയിൽ ജീവിക്കാം. അത്രയൊക്കെ ആഗ്രഹമുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ വിളിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ സത്യസന്ധമായി പറയുന്നു, ഇങ്ങനെ മതം വിട്ട ആളുകൾ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ വർക്ക് ചെയ്യുന്ന, ഐ മീൻ ഇമാമുകളായിട്ട് യുക്തിവാദികൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് പള്ളികളുണ്ട്, എനിക്ക് തന്നെ അറിയുന്ന. പക്ഷേ ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അവർ ഈ സമൂഹം വളർത്തിയ ഒരു ഇരകളാണ്. അവർക്ക് വേറെ ജോലികൾ അറിയില്ല, വേറെ ഇതറിയില്ല. അവർ ഇത്രയും വർഷം 23-24 വർഷം അവർ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അവർ ഈ മതം ശരിയല്ല എന്ന് പറയുമ്പോൾ അങ്ങ് മാറുമ്പോൾ അവർ നിർബന്ധിതരാവുകയാണ്. യുക്തിവാദികളായിക്കൊണ്ട് തന്നെ അവിടെ ഇമാമ് നിൽക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. ദേ ആർ ആക്ച്വലി വിക്ടിംസ്. പക്ഷേ എനിക്കത് കഴിയില്ല, എനിക്കങ്ങനെ അഭിനയിച്ച് ജീവിക്കാൻ കഴിയില്ല. അതെ, മതങ്ങളാണ് ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് കാരണം മതം തന്നെയാണ്. ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, അതിന് കൃത്യമായ ഒരു അറിവോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഒരു പാസ്റ്റിൽ ഈ പല്ലി നമ്മൾ കോമഡിയായി പറയുമല്ലോ, ഞാനൊക്കെ ഒരു നല്ല വിശ്വാസിയായിരുന്നു, കടുത്ത വിശ്വാസിയായിരുന്നു. ഞാൻ പല്ലിയൊക്കെ ഓടിച്ചിട്ട് കൊന്നിട്ട് തന്നെ ഉണ്ട്, സത്യസന്ധമായിട്ട് പറയുകയാണ്. ഒരുപാട് പല്ലികൾ ഇപ്പം എനിക്കതിനെ കാണുമ്പോൾ എന്താ പറയുക, ഒരു സഹതാപമാണ്. അപ്പം എൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ നമ്മളത് ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ വന്നങ്ങ് തോണ്ടിക്കളയും. പക്ഷെ അന്ന് നമ്മുടെ ഉള്ളിലുള്ളത് ഇതല്ല, ഒരു അടിക്ക് വന്നാൽ കൂടുതൽ പുണ്യമാണ്. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ കാരണമാണ് നമ്മളവിടെ തെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഖുർആനിൽ ജിഹാദിനെയും കാഫിറിനെയും ഒക്കെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അവരെ കൊല്ലാനൊക്കെ പറയുന്ന ഒത്തിരി ആയത്തുകൾ ഇപ്പോഴും നിലവിലുണ്ട്. അതൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. അതെല്ലാം അപകടകരമാണ്. അതിൽ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് തർക്കമുള്ളൂ. ചില ആളുകൾ അത് അങ്ങനെ തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും, ചില ആളുകൾ അതിൽ വെള്ളം കൂട്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പം അത് എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ആയത്തുകളൊക്കെ നോക്കി കാണേണ്ടത് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന, ലോക മുസ്ലിം അംഗീകരിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ഇതിന് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നും ഇല്ല, അങ്ങനെ പരോക്ഷമായി ഒന്നുമില്ല. പക്ഷേ അതൊരു നമ്മൾ ചർച്ച ചെയ്യേണ്ട, വളരെ ഡീപ്പായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവന് ഒരുപാട് പുണ്യമുണ്ട്. ബട്ട് അതേസമയം ലവ് ജിഹാദ് എന്ന് നമുക്ക് വളരെ എന്താ പറയുക കൃത്യമായി പറയുന്നൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പഠിച്ച സ്ഥാപനത്തിലും അങ്ങനെ ലവ് ജിഹാദ് ചെയ്ത് നിങ്ങൾ ആളെ കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ലവ് ജിഹാദ് ഐ ഡോണ്ട് അറിയില്ല. വീട്ടുകാരുടെ പ്രതികരണം വിശ്വാസിയല്ലാതെ വീട്ടിൽ കയറേണ്ടെന്ന് തന്നെയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സമയം കൊടുക്കണമല്ലോ, അവരുടെ ഒരു ഇമോഷൻസുകളൊക്കെ നമ്മൾ പരിഗണിക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതെ, വിശ്വാസിയായിട്ട് അത് ഐ മീൻ
ഇവിടെ നിന്ന് എങ്ങനെയാണോ ഇറങ്ങിപ്പോയത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കയറി വന്നാൽ മതി എന്ന രീതിയിൽ തന്നെയാണ് വീട്ടുകാരുടെ പ്രതികരണം. അതെ അതെ, വിശ്വാസിയായിട്ട് തന്നെ മുസ്ലിമായിട്ട് തന്നെ തിരിച്ചു വന്നാൽ മതി എന്ന് തന്നെയാണ് പ്രതികരണം. അത് അവരുടെ ഒരു ഇമോഷൻസാണ്, അവർ പാവങ്ങളാണ്, അവർ ഇതിൽ ലോക്കഡാണ്. ഓക്കെ, ഐ മീൻ ഇപ്പോൾ എൻ്റെ ഉമ്മൊക്കെ 55 വയസ്സിൻ്റെ മുകളിലുള്ള ആളാണ്. അപ്പം അവർ അങ്ങ് തളരുക ചെയ്യുക. അത്രയും ഇമോഷണലി ഇത്രയും കാലം ഇവരെ എന്താ പറയുക, വേട്ടയാടിയ ഒരു സാധനമല്ലേ, അവരങ്ങ് തളരും. പിന്നെ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു കരുത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരങ്ങ് രോഷാകുലരാകും. അതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം. അതെ അതെ, മനുഷ്യരെ മാറ്റിയെടുക്കണം. നല്ല മനുഷ്യരെ, ഒരു ഉമ്മ മകൻ എന്നൊക്കെയുള്ള ഒരു സ്നേഹബന്ധത്തെ ഇതങ്ങ് മാറ്റിയെടുക്കണം. ഇതില്ല എങ്കിൽ വേണ്ട, മകൻ വേണ്ട. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് ഈ സാധനം അങ്ങ് മാറ്റിയെടുക്കണം.